ഏറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും ഉയിർപ്പ് തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ നട്ടെല്ല് എന്നാണല്ലോ ഉയിർപ്പ് തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത്. 50 ദിവസം നോമ്പ് നോറ്റ് ഒരുങ്ങിയാണ്, ആത്മീകമായും ഭൗതികമായും ഒരുങ്ങിയാണ് നമ്മൾ ഉയിർപ്പ് തിരുനാളിനെ സംബന്ധിക്കുവാനായി വന്നിരിക്കുക. ക്ഷണികവും ഭൗമികവുമായ ജീവിതത്തിനപ്പുറം അനശ്വരമായ ഒരു ജീവിതമുണ്ട് എന്ന് ഈ ഉയിർപ്പ് തിരുനാൾ നമ്മളോട് സംസാരിക്കുന്നു. ഒരിക്കല് ഒരു രാജ്യം വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലായി. ക്രമസമാധാനം വളരെ തകർന്നു, സാമ്പത്തികമായി വളരെ പിന്നോട്ട് പോയി. അപ്പോൾ ആ രാജ്യത്തെ രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ബുദ്ധിയുള്ള സത്യസന്ധനായ ഒരു മന്ത്രിയുടെ അഭാവം അവിടെ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം രാജ്യമുടനീളം സത്യസന്ധനും നീതിനിഷ്ഠനുമായ ഒരു മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ആളുകളെ അയച്ചു. അവരുടെ എല്ലാവരുടെയും അന്വേഷണം എത്തുന്നത് വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു സന്യാസിയിലായിരുന്നു. ഈ സന്യാസിയോട് മന്ത്രിയാവാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ആളുകളെ രാജാവ് വിട്ടുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നു. അവസാനം രാജാവിന്റെ നേരിട്ടുള്ള സന്ദർശനത്തില് അദ്ദേഹത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഒരു വ്യവസ്ഥയോടെ മന്ത്രിയാവാൻ തയ്യാറായി. വേറൊന്നുമല്ല, അദ്ദേഹം മന്ത്രിയായാൽ അദ്ദേഹത്തിന് സ്വകാര്യമായ ഒരു മുറി വേണമെന്നും ആ മുറിയിൽ മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്നുമാണ് തീരുമാനം. അങ്ങനെ രാജാവ് സമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. പിന്നീടുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കണ്ടത് രാജ്യത്തിന്റെ ക്രമാനുഗതമായ ഒരു വളർച്ചയാണ്. ഈ സമയത്ത് കൊട്ടാരം വിദൂഷകര് ഇദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹം അയൽ രാജ്യത്തിന്റെ ചാരനാണെന്നും അദ്ദേഹം സ്വകാര്യ മുറിയിൽ വെച്ച് സ്വന്തം രാജ്യത്തിനെതിരെ ചാരപ്രവൃത്തി ചെയ്യുകയുമാണെന്നാണ് കൊട്ടാരം വിദൂഷകർ പറയുന്നത്. അങ്ങനെ ഈ കൊട്ടാരം വിദൂഷകരുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവിനോട് അവർ ചോദിക്കുന്നുണ്ട്, ഈ സ്വകാര്യ മുറി ഒന്ന് തുറന്നു കാണിക്കണമെന്ന്. രാജാവ് തന്റെ വാഗ്ദാനം ലംഘിക്കുവാൻ ഇഷ്ടപ്പെടായികയാൽ അവർക്കതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവര് ഈ മന്ത്രിയുടെ സ്വകാര്യ മുറി ആരും അറിയാതെ തുറന്നു നോക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നത് ഒരു ജീർണിച്ച ഒരു വസ്ത്രവും അതോടൊപ്പം തന്നെ ഒരു ഭിക്ഷാപാത്രവുമാണ്. കൊട്ടാരം വിദൂഷകര് തന്റെ മുറി തുറന്നു എന്നറിഞ്ഞ സന്യാസി കൊട്ടാരത്തിൽ നിന്നും മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പോകുവാൻ തുടങ്ങി. രാജാവ് കേണു പറഞ്ഞിട്ടും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അപ്പോ രാജാവ് ഈ സ്വകാര്യ മുറിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചറിയുവാൻ സന്യാസിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിന് ഇപ്രകാരമാണ് പറഞ്ഞത്: തന്റെ മന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏത് ആലോചനയ്ക്ക് പോകുമ്പോഴും ഏത് തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹം ഈ മുറിയിൽ കയറി തന്റെ മന്ത്രിയുടെ സ്ഥാനചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം അഴിച്ചുമാറ്റി, ചിഹ്നങ്ങളും വസ്ത്രങ്ങളും എല്ലാം അഴിച്ചു മാറ്റിയ ശേഷം അദ്ദേഹം തന്റെ ഈ ജീർണിച്ച വസ്ത്രമെടുത്ത് അണിയും. അതോടൊപ്പം തന്നെ താൻ ഉപയോഗിച്ചിരുന്ന ഈ ഭിക്ഷാപാത്രം എടുത്ത് കയ്യിൽ പിടിക്കും. എന്നിട്ട് തന്നോട് തന്നെ പറയും, നീ ഈ ഭൂമിയിൽ ഒരു ഭിക്ഷാന്തേഹിയാണ്, ഇത് ശാശ്വതമായ ഒരു ജീവിതമല്ല, നിന്റെ ശരീരം പോലും നിന്റേതല്ല എന്ന് പറയും. അങ്ങനെ എടുത്ത തീരുമാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വിജയം വരിക്കുവാനായിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ക്ഷണികമായ ഭൗതികമായ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അനശ്വരമായ ഒരു ജീവിതം നമുക്കുണ്ട്. കർത്താവായ യേശു മിശിഹ തന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം വഴി നമ്മളെല്ലാവരെയും സ്വർഗത്തിലേക്ക് ഉയർത്തി. തന്റെ ഉദ്ധാനം വഴി നമുക്കൊരു പ്രത്യാശ ഈ യേശു തമ്പുരാൻ നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ വലിയ പ്രത്യാശയോടെ ഈ ഉദ്ധാന തിരുനാളിൽ സന്തോഷത്തോടെ ആയിരിക്കാം. ഏവർക്കും ഉയിർപ്പ് തിരുനാളിന്റെ ആശംസകളും സ്നേഹവും ഹൃദയപൂർവ്വം നേരുന്നു.